എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അവധിയുടെ ആലസ്യത്തിലായിരിക്കും എന്ന് തോന്നുന്നു എല്ലാവരും അല്ലേ? അവധിയുടെ ആലസ്യം എന്താണ് ഞായറാഴ്ച പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നല്ല ഉണക്കൊന്ന് ഉറങ്ങണമെന്ന് പറയുന്നത് അല്ലേ? ഞായറാഴ്ച ദിവസമായിട്ട് എല്ലാവരും വൈകിയായിരിക്കും എണീക്കുന്നത്. അത് തന്നെ ആയിരിക്കാം എല്ലാവരും ചെയ്യുന്ന കാര്യം. അപ്പം വൈകി എണീക്കുന്നവർക്കും ഞായറാഴ്ചത്തെ ആലസ്യത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ മലയാള സിനിമയുടെ ഇന്നലത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ചിത്രങ്ങളിലെയും കൂടെ കളക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഇത് വീഡിയോ ദീർഘമായി പോകുന്നു എന്നൊരു പലരും കമൻ്റായിട്ട് പറഞ്ഞു. അതുകൊണ്ട് കൃത്യമായിട്ട് തുടരും എന്ന ചിത്രത്തിൻ്റെ മാത്രം കളക്ഷൻ ഇടാം, മറ്റ് ചിത്രങ്ങളിലെ പിന്നിടാം എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ തുടരും എന്ന ചിത്രം ഇന്നലെ കളക്ട് ചെയ്ത് ശനിയാഴ്ച ദിവസം കളക്ട് ചെയ്ത് 1,58,00,000 രൂപയാണ്. അത് ചില ചേഞ്ചുകൾ ഉണ്ടാകാം എന്ന് തോന്നുന്നു. 1,58,00,000 രൂപയാണ് ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ 107 കോടിയിലേക്ക് തുടരും എന്ന ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സന്തോഷകരമായ കാര്യമാണ്. അപ്പം വേൾഡ് വൈഡായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞത് 217 കോടിയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഒരു പക്ഷേ ഒരു 3 കോടി രൂപയെങ്കിലും കളക്ട് ചെയ്ത് ശനിയാഴ്ച 3 കോടിയെങ്കിലും കളക്ട് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 220 കോടിയിലേക്ക് തുടരും എന്ന ചിത്രം ഇന്നലെ കൊണ്ട് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. അപ്പോൾ 220 കോടിയിലേക്ക് തുടരും വേൾഡ് വൈഡായിട്ട് മാറുന്നു. 107 കോടിയിലേക്ക് കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തുടരും എന്ന ചിത്രം 4ാമത്തെ ഞായറാഴ്ച എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു കൊലത്തൂക്ക് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അത് അനർത്ഥമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് രാവിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് തകൃതിയായി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് മിക്കവാറും എല്ലാം കാണുന്നത്. ഹൗസ്ഫുൾ ഷോകളുടെ എണ്ണം കൂടുന്നു. ഞായറാഴ്ചയാണ് കുടുംബ പ്രേക്ഷകർ കൂട്ടമായിട്ട് തിയേറ്ററിലെത്തുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നും ഒരു വൻപൻ കളക്ഷൻ തുടരും എന്ന ചിത്രത്തിന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ രാവിലത്തെ ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ തന്നെ അതിനൊരു ഉദാഹരണമാണ്. 4,150 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. അതും രാവിലെ തന്നെ 4,150 ടിക്കറ്റ് തുടരും എന്ന ചിത്രത്തിൻ്റെ വിൽക്കുക. ഏകദേശം 22 ദിവസമായ ചിത്രം, അതുപോലെ 4ാമത്തെ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പം നമുക്കൊരു അത്ഭുതം. മലയാള സിനിമയുടെ ചരിത്രത്തിലൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പുലിമുരുകനുമൊക്കെ നമ്മൾ കണ്ടതാണ്, പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ച ചരിത്രമില്ല. അങ്ങനെ തുടരും എന്ന ചിത്രം ടിക്കറ്റ് വിൽപ്പനയിലും ഇന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞായറാഴ്ച ഒരു പക്ഷേ ഒരു 2.5-3 കോടി രൂപയെങ്കിലും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 110 കോടിയിലേക്ക് തുടരും എന്ന ചിത്രം ഇന്നെത്തും കേരളത്തിൽ നിന്ന്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഒരു 5 കോടി രൂപയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് യാതൊരു പഞ്ഞവും വരുത്താൻ പാടില്ലല്ലോ അല്ലേ? 5 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ചിത്രങ്ങളെയും പറ്റി നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ കിട്ടുന്നത് കുറവായിരിക്കും. പക്ഷെ തുടരും എന്ന ചിത്രത്തിനെ പറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. അപ്പോൾ 5 കോടി പ്രതീക്ഷിക്കുന്ന തുടരും ഞായറാഴ്ച ദിവസം അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്ന് 225 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുക, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ഇന്നത്തെ ദിവസം നല്ലൊരു അടിപൊളി ദിവസമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. അതും പുതിയ സിനിമകളുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.